നല്ലോണം നോക്കിയേ. ഇടനയിലെടുക്കാൻ പോകാം. എവിടെയാ നിക്കുന്നേ? എവിടെയാ നിക്കണേ? ഇവിടെ വാ. മമ്മി ഇതൊക്കെ ആരാ അമ്മി പഠിപ്പിച്ചേ? എല്ലാം മൂത്ത് പഴുത്ത് നല്ല വിളഞ്ഞ മത്തങ്ങയാണ്. വിളഞ്ഞ മത്തങ്ങയാണോ? കഴിഞ്ഞു. ഹരണം പ്ലസ് ഗുണനം പ്ലസ് മൈനസ്. ഹായ്, ഐ ആം ദിവ്യ ബ്രിൻഡോ. ഇതെന്താ മത്തങ്ങ? മത്തങ്ങ അതുകൊണ്ട് എന്ത് രസം. അതിന്റെ ഉള്ളിലെ കളർ നോക്കിയേനെ, നല്ല തീമഞ്ഞ കളറില്ലേ. ഇതുണ്ടല്ലേ, ഇതിന്റെ ഒരു കുറച്ചെടുത്ത് ഞാൻ കറി വെച്ചു. ഇനി ഇതും കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. എന്നാ നമ്മുടെ പ്ലാൻ? ഇതും കൊണ്ട് അടയുണ്ടാക്കിയല്ലോ. നീ എന്നാ പറയാ, ഇടനേലക്കകത്ത് ചക്കയ്ക്ക് പകരം ഇത് വെക്കാം. പിന്നെ സൂപ്പർ അല്ലേ? ചക്കയുടെ ടേസ്റ്റ് വരുമോ? ചക്കയുടെ ടേസ്റ്റ് വരില്ല, മത്തങ്ങയുടെ ടേസ്റ്റും വരില്ല. അങ്ങനെ പ്രത്യേകിച്ച് തിരിച്ചറിയാനൊന്നും പറ്റില്ല. നല്ലതാണോ? സൂപ്പറാ. ഉണ്ടാക്കാം. മമ്മിയുടെ മത്തങ്ങയും ചേനക്കറിയും കാണിച്ചെങ്ങനെയുണ്ടെന്ന്. ഇത് ഇച്ചിരി കുഴഞ്ഞു പോയി കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റി യമ്മിയാന്ന് തോന്നുന്നു. കാണുമ്പോ തന്നെ നല്ല രസമില്ലേ. ഇതിനകത്ത് ഞാൻ തേങ്ങയൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. തേങ്ങ വറുത്തിടുവാണ് അവസാനം. അരപ്പിട്ടു, പിന്നെ കടുകും പൊട്ടിച്ചു, എന്നിട്ട് തേങ്ങ വറുത്തിട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് അടയുടെ പരിപാടികളിലേക്ക് പോവാം അല്ലേ? യെസ്. എല്ലാം ഇങ്ങനെ മമ്മി തന്നെ ചെയ്താ ഞാനൊന്നും പഠിക്കില്ല കേട്ടോ. എന്റെ തൊണ്ടിച്ചിര കട്ടിയുണ്ട് ചെത്താനായിട്ട്. ഞാനങ്ങ് ചെത്താം. ഞാൻ വല്ല ജിമ്മിലൊക്കെ പോകേണ്ടി വരും മമ്മി. മമ്മിക്കാവുമ്പോ ഇത്രയും വർഷത്തെ ഒരു അനുഭവ പരിജ്ഞാനവും സ്ട്രെങ്തും ഒക്കെ ഉണ്ടല്ലോ. മമ്മി തന്നെ ചെത്തുന്നതായിരിക്കും നല്ലത്. മമ്മി ഒരു സ്പെഷ്യൽ ഫുഡൊന്നും കഴിക്കണില്ല. ചക്ക, മാങ്ങ, കപ്പ, ചോറ് അതൊക്കെ കഴിക്കുന്നുള്ളൂ. എന്നിട്ട് എനിക്ക് നല്ല സ്ട്രെങ്ത് ഇല്ലേ നിങ്ങളെ കയ്യിലൊക്കെ? സ്ട്രെങ്ത് ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം നോക്കി കണ്ടും ഡയറ്റ് ഒക്കെ നോക്കി കോൺഫ്ലെക്സ് ഷോക്കേസ് എടുത്ത് വെക്കാനേ കൊള്ളുള്ളൂ അല്ലേ? കോൺഫ്ലെക്സ് ആയി, മുട്ടയായി, അങ്ങനെയുള്ള മുട്ടയുടെ വെള്ള മാത്രം തീറ്റയായി. അത് തന്നെ. എനിക്ക് മുട്ടയുടെ ജിമ്മിൽ പോകുന്നവരൊക്കെ അങ്ങനെയല്ലേ? മുട്ടയുടെ ഉണ്ണി കഴിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എന്നും മുട്ട ഇഷ്ടമുള്ളത് കഴിച്ച് മമ്മി ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അതല്ലേ മമ്മി ഉദ്ദേശിച്ചേ? അത് തന്നെ. ഇന്നത്തെ എന്നും മുട്ടയൊന്നും കഴിക്കാലോ കേട്ടോ. കറിപ്പാത്രത്തിന്റെ മേളിലാ ക്യാമറ വെച്ചേക്കുന്നത്. എപ്പോഴാണോ താഴെ പോകുന്നതെന്ന് അറിയത്തില്ല. മമ്മി മത്തക്കുരു മമ്മി കഴുകി ഉണങ്ങുമോ? ഇത് ഞാൻ കഴുകി ഉണങ്ങി വെയിലത്ത് വെച്ച് ഉണങ്ങും. എന്നിട്ട് കുറച്ച് മത്തക്കുരു ആയി കഴിയുമ്പോൾ കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കും. ഇതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സുഖം അല്ലേ? വറുത്ത് തിന്നാൻ. അല്ലാതെ ശരിക്കും ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകണ്ടോ? മമ്മി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഓരോ ഉണ്ടൊക്കെ അല്ലേ? നല്ല ടേസ്റ്റാ. അങ്ങനത്തെ ഉണ്ടാക്കാം. ഇത് വേണേ പിടിച്ചോ, കൈ പിടിക്കാൻ എളുപ്പത്തിന് ചെറുത്. കുഴപ്പമില്ല. ഈ മത്തയുടെ ഇല നമ്മള് കറി വയ്ക്കത്തില്ലേ? മത്തയുടെ ഇല, മത്തയുടെ പൂവ്, അത് നല്ല ടേസ്റ്റ് ആട്ടോ. മത്തപ്പൂവൊക്കെ കറി വെച്ചാൽ എന്നാ നല്ലതെന്നറിയാം. ഇത്രയും തൊലിക്കട്ടി ഉണ്ടായിരുന്നേ. മമ്മി ഇങ്ങോട്ട് തിരിഞ്ഞ് നമ്മുടെ ബാക്കായിട്ട് കിട്ടുള്ളൂ. ക്യാമറയില് ഇടയ്ക്ക് അങ്ങോട്ടും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞു. ഹരണം പ്ലസ് ഗുണനം പ്ലസ് മൈനസ്. ഇച്ചിരി പച്ചക്കളർ ഇച്ചിരി കളഞ്ഞു. എന്റെ പൊന്നോ, ഈ പീലർ വെച്ച് ഇത് എടുക്കാൻ പറ്റില്ല? എൻ്റെ തൊണ്ടിന് ഇച്ചിരി കട്ടിയില്ലേ? മൂത്ത് പോയതാണോ? അതുകൊണ്ട് എങ്ങനെ കട്ടി? നല്ല മൂത്ത് പഴുത്ത് നല്ല വിളഞ്ഞ മത്തങ്ങയാണ്. വിളഞ്ഞ മത്തങ്ങയാണോ? അതാണ് ഇതിന് നല്ല മധുരം. അതായിരിക്കും നല്ലത്. ബൈ. ഈ മത്തങ്ങ അരച്ച് മുഖത്തെടുത്തേക്കാൻ കൊള്ളാമേ? എനിക്കറിയില്ല. സൗന്ദര്യം കൂടാൻ വേണമെന്നോ? തിന്നു വയ്ക്കാൻ നല്ല മധുരം ഉണ്ടോ? മധുരം ഉണ്ട് കേട്ടോ. ശർക്കര കുറച്ചെടുത്താൽ മതി. ഇത് നല്ലോണം കഴുകി എടുത്തിട്ട് ചുമ്മാ അങ്ങ് ഞുറുക്കിയിടുന്നേ ഉള്ളൂ ഇതിനകത്തേക്ക്. കഴുകി നന്നായിട്ട് നുറുക്കിയിടുക അല്ലെ? അറിഞ്ഞും പുറഞ്ഞും അങ്ങ് വെട്ടിയിടുക അല്ലേ? അല്ലാതെ വേവിക്കുക. മമ്മി ഇതൊക്കെ ആരാ മമ്മി പഠിപ്പിച്ചേ? മത്തങ്ങ വെച്ചൊക്കെ അട ഉണ്ടാക്കാന്ന് മമ്മി ആരാ മമ്മി പഠിപ്പിച്ചേ? ഇതൊക്കെ സ്കൂളിലൊക്കെ ഇരിക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്നൊക്കെ ചർച്ച ചെയ്യില്ലേ, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ എന്നിട്ട് പിന്നെ കേട്ടോണ്ട് വന്നിട്ടൊക്കെ ഉണ്ടാക്കി നോക്കും. അപ്പൊ നിങ്ങളെ സ്കൂളില് ടീച്ചേഴ്സ് എല്ലാം ഇരിക്കുമ്പോൾ ഇതൊക്കെയല്ലേ ഡിസ്കസ് ചെയ്യുന്നത്? ടീച്ചേഴ്സ് എല്ലാം വീട്ടമ്മമാരല്ലേ, അവര് വീട്ടിലുണ്ടാക്കണ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ പുതിയ പുതിയ അറിവുകളൊക്കെ കിട്ടുമല്ലേ നമുക്ക്. അതെ അതെ അതെ. മത്തങ്ങ തൊണ്ടൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് നല്ല കഷ്ണങ്ങളാക്കി വെച്ചു. ഇനി ഇതിനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കുവാണേ കുക്കറില്. നന്നായിട്ട് വെന്തുടഞ്ഞു വരണത്. നന്നായിട്ട് വെന്തുടഞ്ഞു വരും.
ഓക്കെ, ഒരു വിസിലൊക്കെ മതിയാവും അല്ലേ? ആ, ഒരു വിസിലൊക്കെ മതി. നമുക്കേ ഈ നേരത്തിന് പോയി ഇല എടുത്തോണ്ട് വന്നാലോ? എടനയിലാണോ? ഇടനയല്ല. ഓക്കെ. ഈ തൊണ്ട് മമ്മി ബയോഗ്യാസിനകത്ത് ഇടില്ലേ? തൊണ്ടിടും. പക്ഷെ ഇത് കുറച്ച് ഹാർഡല്ലേ, ഇത് ലയിക്കോ? ആ, ലയിക്കും. ഇത് ചീഞ്ഞോളൂല്ലോ അതിനകത്ത് കിടന്നേ. കുരു മമ്മി മാറ്റിയെടുക്കുവാണല്ലേ? കുരു വേണം എൻ്റെ. കുരു എടുത്തിട്ടേ ഒരരിപ്പയിലിട്ട് കഴുകിയെടുക്കും. ഞാൻ കാണിച്ചു തരാം കഴുകുമ്പോൾ. നിങ്ങൾ പോരും. എടനയില എടുക്കാൻ പോവാം. നമുക്ക് അപ്പം ഉണ്ടാക്കാൻ ഇടനയില എടുക്കാൻ പോകാം. എവിടെയാ നിക്കുന്നേ? എവിടെയാ നിക്കണേ? ഇവിടെ വാ. ഇങ്ങോട്ടാ. എവിടെയാ നിക്കണേന്ന് മകൾക്ക് അറിയാവോ? ഇല്ല. എന്നാ ബാ എൻ്റെ പുറകെ. ഞാൻ കണ്ടിട്ടില്ല. അതെന്തലയാ? മമ്മി മതിൽ ചാടി പോണോ? മതിലേക്കടെ അപ്പുറം കിടക്കണം. മാട്ടേ കയറണോ? ഞാൻ മരത്തെ കയറണോ അതോ മമ്മി പറയൂ? മരത്തിൽ ഇപ്പം ആരാ കയറണ്ടേന്ന് ഞാൻ നോക്കട്ടെ. എനിക്ക് പിന്നെ നിലത്തൊന്ന് പറയാന്നേ ഉള്ളൂ. ചീനിയെ ചവിട്ടരുത്, സൂക്ഷിച്ചു വരണം. ചീനി? ഇതൊരു ചീനിയാന്ന് എഴുതി വെക്കേണ്ടി വരുമല്ലോ മമ്മി. എനിക്കൊരു കരുത്താകുന്നേ ഉള്ളൂ വെച്ചേ. ഇതിൽ കയറുമോ മകള്? അമ്മേ ടിക് ടിക്കണ്ട അമ്മ കയറി പോണേ. ഇതുപോലെ പോണം മകളെ. കണ്ട ഞാനിവിടെ എത്തി. പോന്നേക്കുള്ള ഇങ്ങ് താഴേക്ക് പോന്നേക്കരുത് കേട്ടോ. നിക്ക, ഇടനയിലെടുക്കാം ഞാൻ. ഓ, ഇതായിരുന്നു ഈ ഇടന. യെസ്. എൻ്റെ അമ്മേ, ഇത് നിലത്തൊന്ന് പറിക്കാൻ മാത്രമേ ഈ 4 കിട്ടിയല്ലോ. ഞാൻ പറിച്ചു തരാം. നോക്കട്ടെ കേട്ടോ, നല്ല ഇല നോക്കിയെടുക്കണം. ഇല്ലെങ്കിലോ? അല്ലെങ്കിൽ ചുമ്മാ പുഴുക്കുത്തൊക്കെ ആറ്റതുള്ള. മമ്മി ഈ ഇല തന്നെ വേണമെന്ന് എന്നാ നിർബന്ധം? ഇതിനാണ് നല്ലൊരു സ്മെല്ലൊക്കെ ഇല്ല വെച്ചേ. ഇടനയുടെ ഒരു ടേസ്റ്റ് വരും. ഈ കൊക്കോടെ ഇലയില് പുഴുങ്ങില്ലേ? ആ, അങ്ങനെ പുഴുങ്ങും. കാപ്പി ഇല, കൊക്കോടെ ഇല വീട്ടിലൊക്കെ ഉണ്ടല്ലോ. ഈ ഇടന തികയാതെ വരുമ്പോഴത്തേക്കും കൊക്കോടെ ഇല പുഴുങ്ങി ഞാൻ ഓർക്കാം. ആ, അങ്ങനെ പുഴുങ്ങും. ഇതിപ്പോ നമുക്ക് സൗകര്യത്തിനുണ്ടല്ലോ. മമ്മി താഴെ പോലെ താഴേക്ക് വലിയ കുഴിയാണേ. എന്റെ പൊന്നു മമ്മി, ഇങ്ങനെ മാറി കഴിയാൻ പറയാം. ഈ ഭാഗത്ത് നിൽക്കുന്ന എല്ലാ ഇലയ്ക്കും തന്നെ കേളുണ്ട് കേട്ടോ. നല്ലോണം തുടച്ചെടുക്കണ്ടേ? ആ, ഇത് മതിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ, ഇത് മതിയാവുന്നേ. താഴെ പോലെ. യെസ്. കയറി വന്നാലേ ഇറങ്ങിപ്പോക്കാ പാട്. ടക്ക് ടക്കെന്നൊക്കെ പോണാ കൊള്ളാം. ഉരുണ്ട് വീണേക്കല്ലേ? ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കിടന്നത്. ബേസിലൊന്നും ഓടിക്കോ. രക്ഷപ്പെട്ടു. ഇനി ഇല നന്നായിട്ട് കഴുകി തുടയ്ക്കണം നമ്മളല്ലേ? പുഴുവും പാറ്റയും പല്ലിയൊക്കെ കാണും ചിലപ്പോ. പുഴ 8 കാലി വല കെട്ടിയേക്കണ പുഴുവും പാറ്റയും പല്ലിയൊന്നുമല്ല. ഈ ഇലയുടെ ഒരു മണം തന്നെ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. നല്ലോണം കഴുകിയെടുത്ത് ഈ ഇല നമ്മൾ തുടയ്ക്കാൻ പോവാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഈ പൂച്ചയപ്പവും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ഥിരം പണിയാണ് ഈ ഇല തുടയ്ക്കൽ. അതുപോലെ തന്നെ സേമിയ പായസം ഉണ്ടാക്കുമ്പോഴൊക്കെ സേമിയ ഒടിക്കുക, ഇതൊക്കെ എൻ്റെ സ്ഥിരം പണിയായിരുന്നു കേട്ടോ. പിള്ളേരെ കൊണ്ടാ ഇല തുടപ്പീരും ഇല പറിക്കലും ഒക്കെ. പിള്ളേരുടെ പണിയാ ഇല പറിക്കൽ, ഇല തുടയ്ക്കലൊക്കെ. അതെ 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 അതെ. തെങ്ങാക്കുരു മമ്മി കഴുകാൻ പോകണോ? തെങ്ങാക്കുരു ഒന്ന് കഴുകി വെക്കാം. അരിപ്പയ്ക്കകത്ത് കഴുകണമെങ്കിലേ ചാടി പോവില്ലല്ലോ. നല്ല വൃത്തിയായിട്ട് കിട്ടും. ഒന്നും പോവില്ല, കാരണം താഴെ പോവില്ല. ഇതേ മുറ്റത്ത് കൊണ്ടുപോയി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കുറേ. അതിൻ്റെ കൂടിയിട്ടിട്ട് ഒന്ന് നിരത്തി വെച്ചിട്ട് വരാം കേട്ടോ. നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഇളക്കി വെച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ. മമ്മി കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ എന്നാ ചൂടാ. എന്താ ജാതിപത്രി, കാന്താരി മുളക്. ഓ, ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാല് പൊള്ളു. ശർക്കരയും എടുത്തോണ്ട് പോരാ കേട്ടോ. മാമി പക്ഷെ നാളത്തെ വീഡിയോയിലൊരു കമന്റ് ഇല്ലായിരുന്നോ, ശർക്കര എത്രയും പാടുപെട്ട് ചെയ്യണ്ട, ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ച് ഇടിച്ചു പൊട്ടിക്കാനാ. അപ്പൊ അതുപോലെ നമുക്ക് ചെയ്താലോ? ഒന്ന് കഴുകട്ടെ കേട്ടോ. ചെറിയൊരു പൂപ്പല് പോലെ. ശർക്കരയൊക്കെ പെട്ടെന്ന് പൂത്തു പോണേനാ. അത് ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളമൊക്കെ പറ്റിയിട്ടായിരിക്കും. അതെ അതെ. ഇതിപ്പോ അത് കഴിച്ചോട്ടോ. ഇത് നല്ല ഐഡിയ ആണല്ലോ. നല്ല ഐഡിയ അല്ലേ? ഈസി ആയിട്ട് സാധനം റെഡിയായി. ഇത്രയും ബോധം ഒന്നും പോയില്ല. എന്ത് ചെയ്യാം, പണ്ടേ ബോധക്കുറവാണല്ലേ. ഒത്തിരി പൊടിയുണ്ടോ വെച്ചേ? എന്നാലും ഇനി അടുപ്പ് അത് മതി അത് മതി. ഇങ്ങടുത്ത് പടപടയെന്നൊന്ന് പൊടിച്ചേ. കുറച്ച് ഏലക്ക വേണം. എത്ര വേണം? ഒരു 5-8 എടുത്തു. മത്തങ്ങ വെന്ത് ഈ ഒരു പരുവായിട്ടുണ്ടല്ലേ മീ? ഈ വെള്ളം ഇച്ചിരി ഊറ്റി എടുത്താൽ എന്തോ ചെയ്യും? ഒന്നെങ്കിൽ വെള്ളം പറ്റിക്കണം, അല്ലെങ്കിൽ വെള്ളം ഊറ്റിക്കളയണം.
വെള്ളം ഊറ്റിക്കളയായിരിക്കും എളുപ്പം. ഊറ്റിക്കളഞ്ഞ എളുപ്പമാണെങ്കിൽ എൻ്റെ ഫലഭൂഷ്ടം വിറ്റാമിൻ ഒക്കെ പോകില്ലേ? ഊറ്റണ്ട നമുക്ക് വിറ്റാമിൻ ഒന്നും കളയാൻ പറ്റില്ല. നമുക്ക് ഇതിന്റെ വെള്ളം അങ്ങ് പറ്റിക്കാം. അതേ സമയം നമ്മുടെ ശർക്കര പാനിയാവുന്നതുകൊണ്ട് മത്തങ്ങ പറ്റിക്കുന്നുണ്ട്. ഒത്തിരി പറ്റിക്കണില്ല കേട്ടോ, ഇച്ചിരി വെള്ളം പറ്റിച്ചാൽ മതി. ഇനി അരിപ്പൊടിയൊക്കെ ഇടാനുള്ളതല്ലേ. ഓക്കെ, ഇത് കുറച്ചേ ഉള്ളതാണല്ലോ. കുറച്ചേ ഉള്ളൂ, ഇല കൂടിപ്പോയി. ഇല ഇനി എന്നാ ചെയ്യും? നമുക്ക് അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ഇരുന്നോളൂ അല്ലേ? ഒത്തിരി നാൾ ഇരിക്കല്ലേ വേണേ, ഫ്രിഡ്ജിലൊക്കെ ഒരു കവറിലിട്ട് പൊതിഞ്ഞേ. ഉണങ്ങി വെക്കാൻ കൊള്ളാം ഈ ഇല? ഓ, ഉണങ്ങി സൂക്ഷിക്കാൻ പറ്റില്ല. ഒന്ന് പുഴുങ്ങിയ ഇല സൂക്ഷിച്ച് വെക്കുന്നവരല്ലേ? എനിക്കറിയില്ല, അങ്ങനെയുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇതിപ്പോ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങി പറിച്ചാൽ മതിയല്ലോ. ഇല്ലാത്തവരായിരിക്കും അങ്ങനെ. എനിക്കറിയത്തില്ല, അങ്ങനെ പുഴുങ്ങിയ ഇലയൊക്കെ സൂക്ഷിച്ച് വെക്കും. ഞാൻ മിച്ചം വരുമ്പോ ഒരു കവറിലിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ആദ്യം മിക്കവാറും എടുത്ത് കളയുകയോ ചെയ്യാറുള്ളൂ. ഒത്തിരി അങ്ങ് പറ്റണ്ട കേട്ടോ. നോക്കട്ടെ, മതിയോ? ഇച്ചിരി പറ്റാം. ശകലം കൂടെ പറ്റാം. ശർക്കരപ്പാനി അങ്ങോട്ട് ഒഴിച്ചിട്ട് തേങ്ങയൊക്കെ കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏലക്ക വേണ്ടോ? എനിക്ക് ഏലക്ക വേണം. ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ടോ? അവിടെ വെച്ചോ. തേങ്ങായേ ചിരണ്ടി സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കെ. അത് തേങ്ങ ഇടുവാണേ. എന്തോരം തേങ്ങ ഇടണം? അങ്ങനെയൊന്നുമില്ലെന്നേ, ഒരു ഏകദേശം അല്ലേ, ഒരു കണക്ക് കണ്ടൊക്കെ അങ്ങ് ഇടും. ഏലക്കായും കൂടെ ഇട്ടു കേട്ടോ. ജീരകം ഞാൻ നേരത്തെ തന്നെ വറുത്ത് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് ജീരകപ്പൊടിയും തട്ടി അല്ലേ? ഇനി എന്താ ഇടാനുള്ളത്? ഒന്നുമില്ല. അരിപ്പൊടി? അരിപ്പൊടിയൊക്കെ ഇടും. അല്ല, ഇതിനകത്തേക്കൊന്നും ഇടുന്നില്ല. ഇത് തണുക്കുന്ന നേരം കൊണ്ടേ ഞാൻ മീനൊന്ന് വറക്കാൻ വെക്കട്ടെ കേട്ടോ. മത്തിയാണ് ഇന്നത്തെ, മത്തി വറുത്തത്. നല്ല വറുത്തതാ. മത്തി എന്നാ ശുഷ്കിച്ചു പോയെ? ഇതിന്റെ പകുതി ആരാ എടുത്തേ? ആരാ? കുഞ്ഞി പീക്കിരി മത്തിയാണല്ലേ? പീക്കിരി മത്തിയാ. സ്നാക്സ് ആയിട്ട് കഴിക്കാം. അപ്പൊ ഈ മത്തി ആവുമ്പോഴത്തേക്ക് നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ തണുത്ത് സെറ്റ് ആവും അല്ലേ? തണുത്തിട്ടാണല്ലോ ഇത് മിക്സ് ചെയ്യുന്നേ. അങ്ങനെ സമയം 2:20 ഞാനും മമ്മിയും ചോറൊക്കെ കൊണ്ടിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. അന്നേരത്തെ നമ്മുടെ പാനിയൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അല്ലേ? എന്നാ മമ്മി, മത്തങ്ങയ്ക്കകത്ത് വലിയ സയനൈഡ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ബോധം കെട്ട് ഉറങ്ങിപ്പോയി. അതേ കുറച്ച് അരിപ്പൊടി ഇടുന്നു. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുമാതിരി മുറുകി വരണ്ടേ, നോക്കിയിട്ടിടാവേ. പിന്നെ കുറച്ച് റവ ഇടുന്നുണ്ട് കേട്ടോ. റവ ഇടുവാണെങ്കിൽ ഇച്ചിരി ഒരു അത്ര ഇടണോ? ഇട്ടുപോയി. എന്താന്ന് നോക്കാല്ലേ? കുറച്ച് നിർത്തണ്ട് ഇട്ടതാ, സാരമില്ല. ഇത്തിരി ഉപ്പും കൂടിയേ. ഇന്നലെ മേടിച്ച പിങ്ക് സോൾട്ട്. അത് മതി. ഇത് ഓൺലൈനായിട്ട് മേടിച്ചാണോ അതോ കടയിൽ നിന്ന് മേടിച്ചാണോ? അല്ല, ഇന്നലെ കടയിൽ നിന്ന് മേടിച്ചാലടി. നല്ലോണം മിക്സ് ചെയ്യുന്നു അല്ലേ? മിക്സ് ചെയ്യുന്നു. തേങ്ങയും ശർക്കരയും കൂടെ നമ്മൾ വിളയിച്ച് വെച്ചില്ലേ, അതെല്ലാം കൂടെ ചേർക്കുന്നു. ഇതിനകത്ത് നമ്മൾ ഏലക്കാപ്പൊടിയും ജീരകവും ഒക്കെ ചേർത്താണ്. ഇനി ഒന്നും ചേർക്കണ്ട? അതിനൊന്നും ചേർക്കണ്ട. ഈ കുഴയ്ക്കുക, അടുപ്പ് വയ്ക്കുക. കൈ കൊണ്ട് തന്നെ കുഴയ്ക്കാം അല്ലേ? കൈ കൊണ്ട് തന്നെ കുഴച്ചേക്കാന്ന് വെച്ചു. അരിപ്പൊടി ഇച്ചിരി വേണം. ഇനിയും വേണോ അരിപ്പൊടി? ഇച്ചിരി ലൂസാ. കുറച്ചും കൂടെ അരിപ്പൊടി ചേർക്കും കേട്ടോ. ലൂസായിരുന്നു ശരിക്ക്. അപ്പോൾ ഒരു ശകലം കൂടെ അരിപ്പൊടി ചേർത്തു. ഒരുപാട് ഇത് മുറുകി ഇരുന്ന് ഒത്തിരി മുറുകണ്ട കേട്ടോ, മുറുകണ്ട ഒത്തിരി. ഇങ്ങനെ ഇരുന്നാൽ മതി. ഇത് പാകാ. ടേസ്റ്റ് നോക്കട്ടെ. മധുരം ഉണ്ടോന്ന് നോക്കിയില്ല, ഇച്ചിരി കൂടെ ചേർക്കണം. കുറവാണോ? മധുരം കുറച്ച് കുറവാണ്. എനിക്ക് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ കുഴയ്ക്കുമ്പോഴത്തേക്കേ എനിക്കിതിങ്ങനെ പച്ചക്കെടുത്ത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ചക്കയിടക്കൊക്കെ കുഴയ്ക്കുമ്പോൾ മധുരം കുറവായതുകൊണ്ട് കുറച്ചുകൂടെ ശർക്കരയൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക അല്ലേ? ഇത് മതി കേട്ടോ. ഇങ്ങനെ ഈ ഇല ഇങ്ങനെ പിടിച്ച് കുമ്പിളാക്കി ഒരു പ്ലേറ്റും കൂടെ എടുത്തു വേണം. അതിനകത്തേക്ക് വേഗം വേഗം വെക്കാം. ഇതിങ്ങനെ എടുത്തു വെക്കുമല്ലോ മീ? ചെറുതായിട്ടൊന്ന് പരത്തിക്കോ കേട്ടോ. വെച്ച് കഴിയുമ്പോൾ ഇതിലൊക്കെ ഈ കാര്യത്തിലൊക്കെ ഞാൻ അത്രയും വേണോ? പോട്ടാ. അത്രയും വേണോ?
ഇത്ര വേണ്ടേ? ഇത്രയും വേണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെയായിരുന്നു മറന്നു. ആ എന്നിട്ട് കുറച്ചുകൂടെ ഇതൊക്കെ ഇട്ട് ഇതല്ല സാധനം. നട്ട് സെറ്റങ്ങ് വെച്ചാലോ? ഒരു സെറ്റ് വയ്ക്കാം. ഇതിനാറ്റേ അങ്ങനെയുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല ദേരിയ വെച്ചാന്ന്. മമ്മി എൻ്റെ അടേ കളിയാക്കണ്ടോ? അതല്ല വെച്ച അതിനെന്നാ കുഴപ്പം? അതെങ്ങനെ അങ്ങനെ വന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഒരു സ്പെഷ്യൽ അടയാട്ടോ ഞാൻ കാണിച്ചു തരാമേ. മമ്മി അത് വെക്കല്ലേ? മമ്മി ആട വെച്ചോ? ഇതല്ലേ അത്? എന്തേ കാണിച്ച്? ഇതാണോ കാണിച്ച്? ആ അത് തന്നെ. എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉണ്ടാക്കണൊക്കെ എങ്ങനെയാണല്ലോ പൊതിഞ്ഞിരിക്കണേ. വാവ്. അപ്പൊ നമുക്കൊന്ന് പുഴുങ്ങാം. ഇതെല്ലാം കൂടെ നമ്മൾ പുഴുങ്ങാൻ വെക്കുന്നു അല്ലേ? ഈ പൂച്ചയപ്പം എന്ന് പറയണേ മാമി. അതെനിക്കും അറിയത്തില്ല. പണ്ടങ്ങനെയല്ല പറഞ്ഞ പൂച്ചപ്പൊന്ന്. അപ്പോൾ മമ്മിയുടെ സ്പെഷ്യൽ മത്തങ്ങ കുക്കുടാതി അട റെഡിയായി അല്ലേ മമ്മി? വാവ്. നല്ല എടനയുടെ മണം വരുന്നുണ്ടല്ലോ. അതാര് കുത്തിയതാ? ആര് കുത്തിയതാ? ഞാനല്ല, ഇത് ഞാനുണ്ടാക്കിയ കേട്ടോ. കണ്ടാ പറയാം. ഉറപ്പാ. കഴിച്ചു നോക്കിയാലോ ഒരെണ്ണം? തുറന്നു നോക്കാം. തുറക്കൂ. ഒരു ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ദിവസത്തെ പണിയായിരുന്നു. ഒരു ദിവസം ഒന്നുമില്ല. അതൊക്കെ എളുപ്പമുള്ള പരിപാടികളല്ലേ? എളുപ്പമൊക്കെയാ, എന്നാലും ഞാൻ പറയുന്നത്. ചൂടുണ്ട്. അടിപൊളി, സൂപ്പറാട്ടോ മമ്മി. സത്യം. ഇത് കണ്ടേ, ഇത് ഇപ്പൊ തിന്നു കഴിഞ്ഞാണ്ടല്ലോ ചക്കയാണോ മത്തങ്ങയാണോ ഒരു പിടിയും കിട്ടില്ല. ഇല്ല മനസ്സിലാവില്ല. മമ്മി പറ്റിച്ചു കളഞ്ഞല്ലോ മമ്മി എല്ലാരെയും. സൂപ്പറാട്ടോ. അതെ അതുപോലെ അടിപൊളി വീഡിയോസ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്താൽ മതി. അപ്പൊ ഇനി ഇതുപോലെ വീഡിയോ കാണുന്നവരെ ബൈ. സൂപ്പറാട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നെ. നിനക്ക് ഉണ്ടാക്കി തരുന്നുണ്ടടി മോളെ എന്നൊക്കെ അല്ലേ? വാവ്. ഇത് നമ്മൾ ഒരു കാരണവശാലും ചക്കയുടെ അല്ലാന്ന് പറയില്ല ടോമി. ചക്കയുടെ അല്ല, ചക്കയുടെ ടേസ്റ്റ് വരുന്നില്ലല്ലോ. പക്ഷെ അതല്ല, നമുക്ക് പെട്ടെന്ന് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല മത്തങ്ങയാണോ ചക്കയാണോ. ശരിക്കും